Dear students, molecular basis of inheritance നെക്സ്റ്റ് ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ ആൻഡ് ജനറ്റിക് കോഡ്. അതോടൊപ്പം തന്നെ tRNA ദ അഡാപ്റ്റർ മോളിക്യൂൾ എന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്താണ് മ്യൂട്ടേഷൻ എന്നുള്ളത് നമുക്കറിയാം. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ജനറ്റിക് മെറ്റീരിയൽ, ജനിതക മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. മ്യൂട്ടാജൻസ് നമ്മൾ പഠിച്ചതാണ്. പല മ്യൂട്ടാജൻസ് കൊണ്ടാണ്, കെമിക്കൽ, ഫിസിക്കൽ മ്യൂട്ടാജൻസിൻ്റെ ഫലമായിട്ട് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കുന്നു. ആ മ്യൂട്ടേഷൻസ് ജീനുകളിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നു. ആ ജീനിൻ്റെ ചേഞ്ചസ് നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിലും പ്രകടമായിട്ട് വരും. അപ്പം അതും ജനിതക കോഡും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ പറയുന്നത്. മ്യൂട്ടേഷൻസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, DNA ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് അല്ലേ. നൈട്രജൻ ബേസുകൾ ആഡ് ചെയ്യുകയോ മാറി വരികയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ പടത്തിൽ നമുക്ക് കാണാം അല്ലേ, ഇതൊരു DNA സെഗ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ തൈമിൻ മാറിയിട്ട് സൈറ്റോസിൻ വരുന്നു. ഇതാണ് ഇവിടെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു ബേസ് പെയർ ചേഞ്ച് ഉണ്ടാകുന്നു. അങ്ങനെ ബേസ് പെയറിന് ഉണ്ടാകുന്ന ചേഞ്ചസ് ട്രാൻസ്ക്രിപ്ഷനെ എഫക്റ്റ് ചെയ്യും. ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് നമുക്കറിയാം ആ ചേഞ്ച് കാരണം mRNAയിലും നൈട്രജൻ ബേസുകളുടെ സീക്വൻസിൽ ചേഞ്ച് ഉണ്ടാകുന്നു. അതിനനുസരിച്ച് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് അല്ലെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുമ്പോൾ അത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡുകളിലും ചേഞ്ച് ഉണ്ടാകുന്നു. അങ്ങനെ പ്രോട്ടീൻ പ്രൊഡക്ഷനിലും ചേഞ്ചസ് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചുകളെയാണ് നമ്മൾ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂട്ടേഷൻ്റെ പഠനം കൊണ്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജീൻസ് ആൻഡ് DNA ആർ അണ്ടർസ്റ്റുഡ് ബെസ്റ്റ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജീൻസ് ആൻഡ് DNA ആർ ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് ബൈ മ്യൂട്ടേഷൻ സ്റ്റഡീസ്. മ്യൂട്ടേഷൻ്റെ പഠനം കൊണ്ട് നമുക്ക് DNAയും ജീനും ഒക്കെയുള്ള ആ റിലേഷൻഷിപ്പ് നമുക്ക് കൂടുതൽ വ്യക്തമാകും. മ്യൂട്ടേഷൻസ് റിസൾട്ട് ഇൻ ലോസ് ഓർ ഗെയിൻ ഓഫ് ജീൻസ് ആൻഡ് സോ എ ഫങ്ഷൻ. മ്യൂട്ടേഷൻസ് ഉണ്ടാകുന്നത് എന്തെങ്കിലും മ്യൂട്ടാജൻസ് കാരണം DNAയിൽ ഉണ്ടാകുന്ന ലോസ് ഓർ ഗെയിൻ ഓഫ് ജീൻസ്, ചില നൈട്രജൻ ബേസുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സ് നഷ്ടപ്പെടുകയോ ചില ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതെന്തുണ്ടാക്കാം, അത് ചേഞ്ചസ് ഉണ്ടാക്കാം അല്ലേ. ജീനിൽ ചേഞ്ചസ് ഉണ്ടാക്കാം. അതുവഴി ആ ജീൻ പെർഫോം ചെയ്യുന്ന ഫങ്ഷനിലും നമുക്ക് ചേഞ്ചസ് കാണാൻ കഴിയും. അതിന് നമ്മൾ മ്യൂട്ടേഷൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് തരം മ്യൂട്ടേഷൻസ് ആണ് ഉള്ളത്. പോയിൻ്റ് മ്യൂട്ടേഷൻ എന്നും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നും പറയും. നമ്മൾ ഓൾറെഡി ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗത്തിനെക്കുറിച്ച് അല്ലേ. ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സിക്കിൾ സെൽ അനീമിയ, അതായത് അബ്നോർമലായിട്ട് ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് RBC സിക്കിൾ ഷേപ്പ് ആകുന്ന ഒരു രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. അതിൻ്റെ കാരണങ്ങളും നമ്മളന്നൊന്ന് പഠിച്ചിരുന്നു. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് പോയിൻ്റ് മ്യൂട്ടേഷൻ. നമ്മൾ മ്യൂട്ടേഷൻ പറഞ്ഞു രണ്ട് തരം മ്യൂട്ടേഷൻസ് ആണുള്ളത്. ഒന്ന് പോയിൻ്റ് മ്യൂട്ടേഷനും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നും പറയും. അതിൽ പോയിൻ്റ് മ്യൂട്ടേഷൻ ഉദാഹരണമാണ് സിക്കിൾ സെൽ അനീമിയ. അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് പോയിൻ്റ് മ്യൂട്ടേഷൻ ഈസ് എ ചേഞ്ച് ഓഫ് സിംഗിൾ ബേസ് പെയർ ഇൻ ദ ജീൻ ഫോർ ദ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ദറ്റ് റിസൾട്ട് ഇൻ ദ ചേഞ്ച് ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂ ഗ്ലൂട്ടാമേറ്റ് ടു വാലിൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, DNAയിലുള്ള ഒരു നൈട്രജൻ ബേസ് മാറി വേറൊരു നൈട്രജൻ ബേസ് വരികയും അതുവഴി എന്തുണ്ടാകുന്നു, അമിനോ ആസിഡിലും ചേഞ്ചസ് ഉണ്ടാകുന്നു. അങ്ങനെ അമിനോ ആസിഡായ ഗ്ലൂട്ടാമിക് ആസിഡ് മാറി വാലീനാകുന്ന കണ്ടീഷനാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് അതിൽ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന, എന്നാലും ഒന്നുകൂടി പറയാം. It results into a diseased condition called as sickle cell anemia.
അപ്പോൾ ഈ പടം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മൾ നോർമൽ ഹീമോഗ്ലോബിനും സിക്കിൾ സെൽ അനീമിയ ഉള്ള സിക്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള RBCയുടെ കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകുമ്പോൾ നോർമൽ ആയിട്ടുള്ള ബീറ്റ ഗ്ലോബിനും ആൽഫ ഗ്ലോബിൻ ചെയിൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ DNA ബീറ്റ ഗ്ലോബുലിൻ ഉണ്ടാകുന്ന DNA സീക്വൻസുകളാണിത്. അപ്പോൾ CAG ഇത് നൈട്രജൻ ബേസുകളാണ്. അതിൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് CTC അല്ലേ. അത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് എന്തുണ്ടാകുന്നു? mRNA ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് mRNA ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഇത് കോഡിംഗ് സ്ട്രാൻഡായിട്ടാണ് അല്ലേ. ഇത് ടെംപ്ലേറ്റ് കോഡിംഗ് സ്ട്രാൻഡും ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം mRNAയിൽ എന്തുണ്ടാകുന്നു? GAG എന്നുള്ള കോഡുണ്ടാകുന്നു. ആ കോഡ് എന്തിനെ കോഡ് ചെയ്യുന്നു? അമിനോ ആസിഡായ ഗ്ലൂട്ടാമിക് ആസിഡിനെ കോഡ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഹീമോഗ്ലോബിൻ മോളിക്യൂളിലെ ബീറ്റ ചെയിനിൽ വാലിൻ, ഹിസ്റ്റീൻ, ല്യൂസിൻ, തൈറോണിൻ, പ്രോളീൻ, ഗ്ലൂട്ടാമിക് ആസിഡ് ഈ ഓർഡറിലാണ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതിൽ 6th പൊസിഷനിലാണ് ഗ്ലൂട്ടാമിക് ആസിഡ് നോർമൽ ഹീമോഗ്ലോബിനിൽ വരുന്നത്. അതിൻ്റെ കാരണവും നമ്മൾ പറഞ്ഞു. DNA നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും ആ ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ട് അമിനോ ആസിഡിനെ അവിടെ സിന്തസൈസ് ചെയ്യുകയും ഹീമോഗ്ലോബിൻ മോളിക്യൂൾ സിന്തസൈസ് ചെയ്യുകയും ചെയ്യും. നോർമൽ ഹീമോഗ്ലോബിൻ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ സിക്കിൾ സെൽ അനീമിയ ഉള്ള ഒരാളിൽ ഇവിടെ ഒരു സിംഗിൾ ബേസ് മാറുകയാണ്. ഇവിടെ GAG എന്നുള്ളിടത്ത് A മാറി T വന്നു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ സ്ട്രാൻഡിലും ആ ചേഞ്ച് വരും. ഇവിടെ T വന്നാൽ ഇവിടെ A വരും. അപ്പോൾ CAC എന്ന് വരുന്നു. അപ്പോൾ അതിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഉണ്ടാകുന്ന mRNA എങ്ങനെ മാറും? GAG വരേണ്ടടുത്ത് GUG എന്ന് പറയുന്ന കോഡ് ഉണ്ടാകുകയും ജനിതക കോഡ് ഉണ്ടാകുകയും ആ ജനറ്റിക് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഇവിടെ ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരുന്നു. GAG കോഡ്സ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ്. വൈൽ ഈ A മാറി U ആയി കഴിയുമ്പോഴത്തേക്കിനും GUG മാറി GUG എന്നായത് എന്തായിട്ട് മാറും? വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. അപ്പം നോർമൽ ഹീമോഗ്ലോബിനിൽ ഈ രീതിയിലാണെങ്കിൽ ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിൻ വരുമ്പോൾ ഇതിൻ്റെ 6ാമത്തെ പൊസിഷനിൽ ബാക്കിയെല്ലാം കറക്റ്റായിരിക്കും, എല്ലാ അമിനോ ആസിഡ്സും കറക്റ്റായിരിക്കും. പക്ഷേ 6th പൊസിഷനിലുള്ള അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരികയും അത് കാരണം ഡിഫക്റ്റീവായിട്ടുള്ള ഹീമോഗ്ലോബിൻ അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിനുള്ള RBC ഏത് ഷേപ്പും ആകും? സിക്കിൾ ഷേപ്പും ആകും. സിക്കിൾ ഷേപ്പ് ആയി കഴിയുമ്പോൾ ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പം ഹീമോഗ്ലോബിൻ നമുക്കറിയാം, ഹീമോഗ്ലോബിൻ്റെ ജോലി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ആണ്. അപ്പം ഡിഫക്റ്റീവായിട്ടുള്ള ഹീമോഗ്ലോബിൻ ആയി കഴിയുമ്പം അതിന് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകും. അങ്ങനെ അതിന് ഡെഫിഷ്യൻ്റ് ആയിരിക്കും, ഓക്സിജൻ ഡെഫിഷ്യൻസി അവിടെ വരും. അങ്ങനെ അത് കാരണം അനീമിക് ആകുകയും ഹീമോഗ്ലോബിൻ ഡിഫക്റ്റീവ് ആകുകയും അനീമിക് ആകുകയും ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയയിൽ പറഞ്ഞത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അടുത്ത പടം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഇത് DNA നോർമൽ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന DNAയുടെ സ്ട്രാൻഡാണ്. അവിടെ നിങ്ങൾക്കറിയാം CTC അല്ലേ. ഇവിടെ 2 സ്ട്രാൻഡുകൾ നമ്മൾ പറഞ്ഞു. ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഇത് കോഡിംഗ് സ്ട്രാൻഡ് എന്നാണെന്ന് നമുക്കറിയാം അല്ലേ. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എപ്പോഴും 3-5- ആണ്. അപ്പോൾ ഈ സ്ട്രാൻഡിൽ നിന്നാണ്, അതായത് CTC എന്നുള്ള അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? mRNA സിന്തസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ GAG എന്നുള്ള സ്ട്രാൻഡ് ഉണ്ടാകുകയും ആ GAGയിൽ നിന്ന് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂട്ടാമിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ ഹീമോഗ്ലോബിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം ഇവിടെ ആ CTC എന്നുള്ളത് മാറി CAC എന്നാകുമ്പോൾ, അതായത് T മാറിയിട്ട് A വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്നുണ്ടാകുന്ന കോഡ് എന്ന് പറയുന്നത്, അതായത് mRNAയിലെ സീക്വൻസ് എന്ന് പറയുന്നത് GAGക്ക് പകരം GTG എന്ന് വരുന്നു അല്ലേ. അപ്പോൾ അഡിനിൻ മാറി തൈമിൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ mRNAയിൽ എന്താ വ്യത്യാസം വരുന്നത്? GUG എന്നാകും അല്ലേ. ആ GUG എന്നാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് കോഡ്സ് ഫോർ GAG മാറി GUG എന്നായി കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും?
വാലിനെ കോഡ് ചെയ്യും. അപ്പം ഈ പടത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, GAG എന്നുള്ളത് മാറിയിട്ട് GUG എന്നുള്ളത് വരികയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റിലെ ഈ പടം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഈ 2 കോഡുകൾ മാത്രം ജനിതക കോഡുകൾ ഓർത്തിരിക്കുക. GAG എന്നുള്ളതും GAG ആണ് നോർമലിൻ്റെ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം GUG എന്ന് പറയുന്നത് വാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സിക്കിൾ സെൽ അനീമിയയിൽ ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് നമുക്ക് എന്തിന് ഉദാഹരണമായിട്ട് പറയാം? പോയിൻ്റ് മ്യൂട്ടേഷന് ഒരു ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ എന്താണ് പോയിൻ്റ് മ്യൂട്ടേഷൻ എന്നുള്ളതും അതിനൊരു ഉദാഹരണവുമായിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ പോയിൻ്റ് മ്യൂട്ടേഷൻസ് കൂടുതലും ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു ബേസ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബേസ് റിമൂവ് ചെയ്യുകയോ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ പോയിൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നൈട്രജൻ ബേസ് മാറുന്നത് കാരണം ആ mRNAയിൽ ഉണ്ടാകുന്ന ബേസ് സീക്വൻസും മാറും, പ്രോട്ടീനിലുണ്ടാകുന്ന അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസും മാറും. അതിനനുസരിച്ച് ഡിഫക്റ്റീവായിട്ടുള്ള പ്രോട്ടീൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ പല ഡിസോർഡേഴ്സും നമുക്ക് ഉണ്ടാവാറുണ്ട്. ആ പോയിൻ്റ് മ്യൂട്ടേഷൻ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഉപയോഗിച്ചാണ് ഇവിടെ വീണ്ടും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു സിംഗിൾ ബേസ് മാറുന്നത് കാരണം മ്യൂട്ടേഷൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഒരു mRNA മോളിക്യൂളാണ്. mRNA കാണിച്ചിരിക്കുന്നത് ഈ mRNAയിലിരിക്കുന്ന എല്ലാം 3 വീതമുള്ള നൈട്രജൻ ബേസുകളുടെ സീക്വൻസുകളാണ്. അപ്പം ഇവിടെ ഓരോന്നിനെയും നമ്മൾ ജനിതക കോഡെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സിംഗിൾ നൈട്രജൻ 3 നൈട്രജൻ ബേസുകൾ ചേരുമ്പോഴാണ് അതിനെ നമ്മൾ ഒരു ജനറ്റിക് കോഡ് എന്ന് പറയും. അങ്ങനെ അനേകം ജനറ്റിക് കോഡ്സ് ആണ് ഇരിക്കുന്നതല്ല. അപ്പം നമ്മൾ ജനിതക കോഡിന് നമ്മൾ നൈട്രജൻ ബേസുകളുടെ പേരിലാണല്ലോ ഇപ്പോൾ ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ എന്നാണ് വരേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മളൊരു സെൻറ്റൻസ് അവിടെ കൊടുക്കുകയാണ്. റാം ഹാസ് റെഡ് ക്യാപ്പ് എന്ന രീതിയിൽ 3 അക്ഷരങ്ങൾ വീതമുള്ള ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ ജനറ്റിക് കോഡിന് പകരം നമ്മളിവിടെ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് കൊടുത്തേക്കാണ്. റാം ഹാസ് റെഡ് ക്യാപ്പ്. അപ്പോൾ 3 വീതമുള്ള അക്ഷരങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യക്തതയുണ്ട്, നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പോയിൻ്റ് മ്യൂട്ടേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഹാസും റെഡും എന്നുള്ള 2 വാക്കിനിടയിലായിട്ട് നമ്മളൊരു ബി എന്ന് പറയുന്ന ലെറ്റർ ഇൻസേർട്ട് ചെയ്താൽ, ഇൻസേർട്ട് എ ലെറ്റർ ബി ഇൻ ബിറ്റ്വീൻ ഹാസ് ആൻഡ് റെഡ്, ഹാസ് റെഡ് എന്നുള്ള വാക്കിൻ്റെ ഇടയിലോട്ട് നമ്മൾ ബി ഇട്ട് കൊടുത്താൽ, അതായത് ബി എന്ന് പറയുന്ന ഒരു നൈട്രജൻ ബേസാണ് ഇവിടെ ഉണ്ടാവുന്നതെങ്കിൽ ഈ mRNAയിലെ സീക്വൻസിൽ എന്താണ് മാറ്റം വരുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കും? ഈ എസിനും ആറിനും ഇടയ്ക്കാണ് ബി വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ മാറ്റമൊന്നുമില്ല. റാം ഹാസ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ആറിൻ്റെ മുന്നിൽ ഏത് വരും? ബി വരും. അപ്പോൾ ഈ റെഡ് എന്നുള്ളത് ഉള്ള ഡി ഇപ്പുറത്തോട്ട് മാറിയിട്ട് ഈ ബീനെ ഇതിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ BRE എന്നും DCA എന്നും പി എന്നും ആയിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആ ഓർഡറുകളെല്ലാം മാറി അല്ലേ. അപ്പോൾ ജനറ്റിക് കോഡ് ഇവിടെ മാറുന്നു. റൈറ്റ് സൈഡിലോട്ട് ഒരെണ്ണം ചാടി ഇപ്പുറത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ 3 വീതമല്ലേ അറേഞ്ച് ചെയ്യാൻ പറ്റൂ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ നമ്മൾ ആദ്യം പറഞ്ഞ ഓർഡറേ ആയിരിക്കത്തില്ല രണ്ടാമത് ഈ വരുന്ന ഓർഡർ എന്ന് പറയുന്നത് അല്ലേ. വ്യക്തത ഇല്ലാതായിട്ട് പോകുന്നു. അത് കാണിക്കുന്നു. ബിയോണ്ട് മ്യൂട്ടേഷനാണ് കാണിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ അതിപ്പോൾ ഒരു ലെറ്റർ ആഡ് ചെയ്തപ്പോൾ ഉള്ള ചേഞ്ച് കാണിച്ചു. ഇനി ഒരു ലെറ്ററും കൂടി അതിൻ്റെ ഇടയ്ക്കോട്ടൊന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ബി ആഡ് ചെയ്ത പോലെ തന്നെ ഐയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ബിയും ഐയും കൂടെ ഇൻസേർട്ട് ചെയ്താൽ എന്തായിരിക്കും മാറ്റം വരുന്നത്? അപ്പോഴും നമ്മൾ BI അതിൻ്റെ ഇടയിൽ കയറ്റിയാൽ എന്ത് ചേഞ്ചസ് ആണ് ഇവിടെ വരുന്നതെന്ന് നോക്കാം അല്ലേ. റാമിന് കുഴപ്പമൊന്നുമില്ല, ഹാസിനും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ബിയും ഐയും ഇവിടെ വരും അല്ലേ. ബിയും ഐയും ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഇവിടെ പിന്നെ ഒരാളെ കൂടെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, 6. അതിനപ്പുറത്തെ കോഡിലേക്ക് മാറും ഏത്? ഇയും ഡിയും. ഈ ഡിയും ഈ സിയും മാത്രമേ ഇവിടെ കാണൂ.
പിന്നെ ബാക്കിയുള്ള 2 കോഡ് ഇപ്പുറത്തോട്ട് വരും, അല്ലെങ്കിൽ നൈട്രജൻ ബേസ് ഇപ്പുറത്തേക്ക് ഓർഡറിലേക്ക് മാറിപ്പോകും. അപ്പോഴും നോക്കിക്കേ, ഇവിടെ ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും അല്ലേ. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ലേ. ഇനി നമ്മൾ അടുത്ത ഒരു നൈട്രജൻ ബേസിനെയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? റാം ഹാസിൻ്റെ ഇടയിലോട്ട് ബിയും ഐയും ആയിരുന്നു ഓൾറെഡി നമ്മൾ ഇൻസേർട്ട് ചെയ്ത്, അതിൻ്റെ കൂടെ ജിയും കൂടെ ആഡ് ചെയ്യുക. ബിഗ് എന്നുള്ള ഒരു ലെറ്റർ കൂടി ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ 3 ലെറ്റേഴ്സാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ചേഞ്ച് ഇവിടെ വരുന്നതെന്ന് നോക്കാം. റാം ഹാസ് BIG, ബിഗ് എന്നുള്ള ആ ഒരു മീനിങ് ഫുൾ വേർഡ് അവിടെ വന്നു അല്ലേ, REDCAP. അപ്പം അത് മൊത്തത്തിൽ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ചെറിയ വ്യക്തത അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും 1-2 നൈട്രജൻ ബേസുകളല്ല അല്ലേ, 3 എണ്ണമാണ് ആഡ് ചെയ്തത്. അപ്പം 3 എണ്ണം ആഡ് ചെയ്താൽ ഇവിടെ ഒരു വ്യക്തത വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയും ചേഞ്ചസ് ഉണ്ടാകും. ആദ്യം ഉണ്ടായിരുന്ന സെൻറ്റൻസ് ആണോ ഇത്? അല്ല അല്ലേ. അപ്പോൾ ഇത് കോഡ് ചെയ്യുന്ന സീക്വൻസ് ആയിരിക്കത്തില്ല ഇത് കോഡ് ചെയ്യുന്ന സീക്വൻസ്, അല്ലെങ്കിൽ ഇത് കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ ആയിരിക്കത്തില്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ. അപ്പോൾ അവിടെ വലിയ വ്യത്യാസം ഉണ്ട് താനും, പക്ഷേ വ്യക്തത ഉണ്ട് താനും അല്ലേ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ 1-2 നൈട്രജൻ ബേസുകൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു അല്ലേ. അതേസമയം 3 എണ്ണം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വലിയ ചേഞ്ചസ് ആണ് അവിടെ ഉണ്ടാകുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന 1-2 ബേസുകൾ ആഡ് ചെയ്യുമോ ഡിലീറ്റ് ചെയ്യുമോ. ഇപ്പോൾ ആഡ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ കാണിച്ചത് അല്ലേ. 3 വരെയുള്ള നൈട്രജൻ ബേസുകൾ ആഡ് ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. ഇതേപോലെ തന്നെ ഡിലീഷൻ നടക്കുന്നത് നമുക്ക് ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഡിലീഷൻ കാണിക്കാൻ വേണ്ടി ദ പോയിന്റ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെൻറ്റൻസ് തന്നെ എടുക്കാം. റാം ഹാസ് റെഡ് ക്യാപ്പ് എന്നുള്ളിടത്തു നിന്ന് നമ്മൾ ഒരു ലെറ്റർ ഡിലീറ്റ് ചെയ്യുക. ഏതാ? 6 നമ്മളൊന്ന് റിമൂവ് ചെയ്ത് നോക്കിക്കേ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? റാം ഹാസ് 6 ഇല്ലാതായി കഴിയുമ്പോൾ EDC അല്ലേ, ഇപ്പുറത്തെ ഒരു നൈട്രജൻ ബേസ് ഇങ്ങോട്ട് ചാടി. അപ്പോൾ EDCAP, ക്യാപ്പിൻ്റെ C ഇപ്പുറത്ത് ചാടിയതുകൊണ്ട് എയും പിയും മാത്രമേ ഇവിടെ ഉള്ളൂ. അതേസമയം നമ്മൾ 2 ലെറ്ററാണ് ആഡ് ചെയ്യുന്നതെങ്കിലോ എന്ത് സംഭവിക്കും? റാം ഹാസ് RE റിമൂവ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഡിയും സിയും എയും ഇപ്പുറത്ത് വരും അല്ലേ. റാം ഹാസ് DCAP എന്നാകും. വീണ്ടും നമ്മൾ ഒരു ലെറ്ററും കൂടെ, നേരത്തെ നമ്മൾ 3 ലെറ്റർ വരെയായിരുന്നു റിമൂവ് ചെയ്തത്, അതേപോലെ ഇവിടെ ഒരു ലെറ്ററും കൂടെ റിമൂവ് ചെയ്താൽ എന്താ വരുന്നതെന്ന് നോക്കി. അപ്പോൾ എന്താ വരുന്നത് നോക്കി, RED മൊത്തത്തിൽ റിമൂവ് ചെയ്യുകയാണ് അല്ലേ, ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? റാം ഹാസ് റെഡ് ക്യാപ്പിൽ നിന്ന് RED റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയും ഒരു വ്യക്തത നമുക്ക് കിട്ടുന്നു. റാം ഹാസ് ക്യാപ്പ് അല്ലേ. അപ്പം ഈ തരം മ്യൂട്ടേഷൻസിനെ, അതായത് 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള നൈട്രജൻ ബേസുകൾ, ജനിതക കോഡ് എന്നാണ് അതിന് പറയുന്നത്. 3 എണ്ണം വീതമുള്ള നൈട്രജൻ ബേസുകളെ നമ്മൾ ജനിതക കോഡുകൾ എന്നാണ് പറയുന്നത്. ആ ജനറ്റിക് കോഡിൽ ഒരെണ്ണം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് പോവുകയോ അല്ലെ ഒരെണ്ണം കംപ്ലീറ്റ്ലി ആഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തരം മ്യൂട്ടേഷൻസിനെ നമുക്ക് വിളിക്കാം ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം. അതാണ് പോയിന്റ് മ്യൂട്ടേഷനും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളിപ്പോൾ കാണിച്ച 2 എക്സാമ്പിൾസ് ഒന്നിച്ച് കാണിച്ചേക്കാണ് അല്ലേ. ബിഗ് എന്നുള്ളത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആ സെൻറ്റൻസ് മൊത്തത്തിൽ മാറി അല്ലേ. റാം ഹാസ് റെഡ് ക്യാപ്പ് എന്നുള്ളത് മാറിയിട്ട് റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ് എന്നുള്ള ഒരു ചേഞ്ച് അവിടെ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ബിഗ് എന്ന് പറയുന്നത് ഒരു നൈട്രജൻ അല്ലെങ്കിൽ ഒരു ജനറ്റിക് കോഡാണെങ്കിൽ ഇവിടെ ഒരു അമിനോ ആസിഡിനെ അത് കോഡ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഡിലീഷൻ കാണിക്കുന്നതാണ് ഇത് അല്ലേ. RED എന്നുള്ളത് ഓരോന്നായിട്ട് റിമൂവ് ചെയ്ത് 3 എണ്ണം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയാകുന്നു? റാം ഹാസ് ക്യാപ്പ് എന്നാകുന്നു അല്ലേ. അപ്പോൾ അതാണ് ഫ്രെയിം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഒന്ന് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താ? 1-2 നൈട്രജൻ ബേസുകളിൽ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ അല്ലെ, പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ ഉള്ളൂ മ്യൂട്ടേഷൻ. പക്ഷേ ഫ്രെയിം ഷിഫ്റ്റ് എന്ന് പറയുന്ന മ്യൂട്ടേഷൻസ് എന്താണ്? ഇൻസേർഷൻ ഓർ ഡെലീഷൻ ഓഫ് 3 or its multiple bases. Insert or delete 1 or multiple codon, hence 1 or multiple amino acids
and reading frame remain unaltered from that point onwards. അതായത് ഇവിടെ ഒന്നുകൂടെ പറയാം, ഇൻസേർഷൻ ഓർ ഡെലീഷൻ ഓഫ് 3 bases. 3 ബേസ് ഇൻസേർട്ട് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ചെയ്യാം. അതിനനുസരിച്ച് എന്തും മാറും, 1 or multiple കോഡോൺസും മാറുന്നുണ്ട് അല്ലേ. ഇത് റീഡ് ചെയ്യുന്ന, ഇതിൽ നിന്ന് റീഡ് ചെയ്ത് mRNA ഉണ്ടാകുമ്പോൾ അവിടെ എന്തും മാറും, കോഡുകളാണ് മാറുന്നത്. ഇവിടെ 1 or 2 നൈട്രജൻ ബേസ് മാറുന്നതനുസരിച്ച് ജനിതക കോഡുകൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനിതക കോഡുകൾ മാറുന്നതനുസരിച്ച് അവിടെ എന്തും ഉണ്ടാകുന്നു, പ്രോട്ടീനിലും ചേഞ്ചസ് ഉണ്ടാകുന്നു. അങ്ങനെ 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ റിമൂവ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പോൾ റിമൂവൽ ഓഫ് 1 or more 3 or multiples of 3 എന്നാണ് പറയുന്നത്. 3ന്റെ ഗുണിതങ്ങൾ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, സച്ച് മ്യൂട്ടേഷൻസ് ആർ റെഫേർഡ് ടു ആസ് ഫ്രെയിം ഷിഫ്റ്റ്, ഇൻസേർഷൻ ഓർ ഡെലീഷൻ മ്യൂട്ടേഷൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. അങ്ങനെ 3 വീതമാണ് പോകുന്നതെങ്കിൽ അതിനെ ഫ്രെയിം ഷിഫ്റ്റ്. അപ്പോൾ ആകെ ഡിഫറൻസ് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. 1 or 2 നൈട്രജൻ ബേസ് ആഡ് ചെയ്യുവോ റിമൂവ് ചെയ്യുവോ ഒക്കെ ചെയ്യുന്നതിനെ പോയിന്റ് എന്നും, 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള ബേസുകൾ മാറുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യുകയോ ചെയ്യുന്നതിനെ ഫ്രെയിം ഷിഫ്റ്റ് എന്നും മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ ദിസ് ഫോംസ് ദ ജെനറ്റിക് ബേസിസ് ഓഫ് പ്രൂഫ് ദാറ്റ് കോഡോൺ ഈസ് എ ട്രിപ്ലെറ്റ് ആൻഡ് ഇറ്റ് ഈസ് റെഡ് ഇൻ എ കണ്ടീജിയസ് മാനർ. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജനിതക കോഡുകളെല്ലാം ട്രിപ്ലറ്റുകളാണ് അല്ലേ. ഇങ്ങനെ വരെയൊന്നുമില്ല നമ്മുടെ mRNAയിൽ. നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ 3 വീതമായിട്ട് വെച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ അത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, 3 വീതമുള്ള കോഡുകളായി 3 വീതമുള്ള നൈട്രജൻ ബേസുകളുടെ കോഡാണ് യഥാർത്ഥത്തിൽ ട്രിപ്ലറ്റ് അല്ലെങ്കിൽ ജനിതക കോഡുകൾ എന്ന് പറയുന്നത്. അതിങ്ങനെ വരയോ കുത്തോ കോമയോ ഒന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് അത് വായിക്കുന്നത്, കണ്ടീജിയസ് ഫാഷൻ അല്ലെ കണ്ടീജിയസ് മാനറിലാണത് റീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സെൻറ്റൻസ് മനസ്സിലാക്കിയിരുന്നാൽ മതി, എന്താണ് പോയിന്റ് മ്യൂട്ടേഷൻ, എന്താണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1 or 2 നൈട്രജൻ ബേസുകൾ ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെയാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്നും, അല്ല ഫ്രെയിം ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻസേർഷൻ ഓർ ഡിലീഷൻ ഓഫ് 3 or multiples of 3 നൈട്രജൻ ബേസസ്, 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള നൈട്രജൻ ബേസുകൾ മൊത്തത്തിൽ പോവുകയോ വരികയോ ചെയ്യുന്നതിനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള tRNA, ദ അഡാപ്റ്റർ മോളിക്യൂൾ. എന്താണ് tRNA? നമ്മൾ ടൈപ്സ് ഓഫ് RNA പഠിച്ചപ്പോൾ 3 തരം RNAകളെ പറഞ്ഞു, mRNA, tRNA ആൻഡ് rRNA എന്ന് പറഞ്ഞു. ഓരോന്നിൻ്റേതായിട്ട് ഉദാഹരണങ്ങൾ നമ്മൾ mRNAയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. mRNA ഉണ്ടാകുന്നത് മെസ്സഞ്ചർ RNA ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. DNA-യിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ വഴി ഉണ്ടാകുന്ന RNAകളെയാണ് നമ്മൾ mRNA എന്ന് പറയുന്നത്. അതേസമയം tRNAയുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് സമയത്ത് അമിനോ ആസിഡ് പൂളിൽ നിന്ന് പ്രോട്ടീൻ സിന്തസൈസിങ് സൈറ്റിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് tRNAയുടെ ജോലി. tRNA നമ്മൾ അറിയപ്പെടുന്ന ട്രാൻസ്ഫർ RNA എന്നാണ്. ട്രാൻസ്ഫർ RNA tRNAയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാരീസ് അമിനോ ആസിഡ്സ് ഫ്രം അമിനോ ആസിഡ് പൂൾ ടു ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് സൈറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ റൈബോസോമിൽ. നമ്മൾ ട്രാൻസ്ലേഷൻ അല്ലെ പ്രോട്ടീൻ സിന്തസിസ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ tRNA ആണ് അമിനോ ആസിഡുകളെ വഹിച്ചുകൊണ്ട് വരുന്നത്. ഇനി എന്താണ് tRNAയുടെ സ്ട്രക്ചർ, എങ്ങനെയാണ് tRNA ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. tRNA എന്നാണ് ഇതിന് പറയുന്നത്. ഇറ്റ്സ് ആൻ RNA. പക്ഷേ നമ്മളിതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ പോലെയാണ് ഇതിരിക്കുന്നത്. ഇതൊരു RNA ആണ്, സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ഇതിങ്ങനെ ഒരു 5'3' രീതിയിലിരിക്കുന്ന ഒരൊറ്റ സ്ട്രാൻഡാണ്. പക്ഷേ ഇതിങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ ഇതിങ്ങനെ ചുരുണ്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്ക് ലൈക്ക് എ ക്ലോവർ ലീഫ്. ഇതാണ് ക്ലോവർ ലീഫ് പോലെ ഇരിക്കും എന്നാണ്
ഇത് നമ്മൾ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലയുടെ കൂട്ട് പല മടക്കുകൾ ഇങ്ങനെ ഇവിടെ ഒരു മടക്ക്, ഇവിടെ ഒരു മടക്ക്, ഇവിടെ ഒരു മടക്ക്, ഇങ്ങനെ മടക്കുകളായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഇതിനെ ക്ലോവർ ലീഫ് എന്ന് പറയുന്നത്. ക്ലോവറിൻ്റെ ലീഫ് പോലെ ഒരു ചെടിയുടെ ഇലയാണിത്. അപ്പം ഇറ്റ് ലുക്ക് ലൈക്ക് എ ക്ലോവർ ലീഫ്. അല്ല, നമ്മൾ അതിൻ്റെ കോമ്പാക്റ്റ് മോളിക്കുലാർ സ്ട്രക്ചർ നോക്കുമ്പോൾ അതെങ്ങനെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇൻ ആക്ച്വൽ സ്ട്രക്ചർ ദ tRNA ഈസ് എ കോമ്പാക്റ്റ് മോളിക്യൂൾ വിച്ച് ലുക്ക് ലൈക്ക് ഇൻവേർട്ടഡ് എല്ല് തലതിരിച്ചിട്ടേക്കുന്ന പോലെയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു tRNAയിൽ എന്തൊക്കെയാണുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. tRNA has an anticodon loop that has bases complementary to the code. ഇത് കാണിച്ചിരിക്കുന്നത് tRNA ആണ്. tRNAക്ക് 2 ഭാഗങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഈ ബേസ് ഭാഗത്തായിട്ട് ഒരു ആൻറ്റികോഡോൺ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. പിന്നെ വേറൊരു റീജിയനാണ് അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡ് എന്ന് പറയുന്ന ഈ ഭാഗം. ഇതിൻ്റെ ഏകദേശം ഇങ്ങനെ ഇരിക്കുന്ന ഭാഗത്ത് ഈ ഭാഗത്തായിട്ടുള്ള റീജിയനെയാണ് ആൻറ്റികോഡോൺ. ഈ ആൻറ്റികോഡോൺ എപ്പോഴും നമ്മുടെ mRNAയിലുള്ള ബേസ് സീക്വൻസിന് സിമിലർ ആയിട്ടുള്ള കോഡുകളായിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പം ഇവിടെ AGU എന്നൊരു കോഡ് ഈ mRNAയിലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബേസ് സീക്വൻസ് ഉള്ള RNAകളുണ്ട്, tRNAകളുണ്ട്. U അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന എക്ക് പകരം U വരും, ബിക്കോസ് ഇറ്റ് ഈസ് RNA. ആൻഡ് C വരും, U ആണെങ്കിൽ A വരും. അപ്പോൾ UCA എന്ന് പറയുന്ന ഒരു ആൻറ്റികോഡോൺ. ആൻറ്റികോഡോൺ എന്ന് പറഞ്ഞാൽ ഈ കോഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് കൊണ്ടാണ് ആൻറ്റികോഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഡിന് ചേരുന്ന ആൻറ്റികോഡോൺ ആണ് ഇത്. അങ്ങനെയുള്ള ആൻറ്റികോഡോൺ ലൂപ്പാണ് ഈ ഭാഗം. അതിൻ്റെ tRNA എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ്, ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഭാഗത്താണ് ആൻറ്റികോഡോൺ എന്ന് പറയുന്ന ഭാഗം. ഇനി ഇതിൻ്റെ മറ്റേ അറ്റത്ത് ഈ ഭാഗത്തായിട്ട് വരുന്നിടത്താണ് അമിനോ ആസിഡിനെ ബൈൻഡ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത്. അമിനോ ആസിഡ് ബൈൻഡ് ചെയ്യുന്ന റീജിയൻ അല്ലെ അക്സെപ്റ്റർ എൻഡ് എന്ന് പറയും. But the other end, it also has an amino acid acceptor end to which binds to amino acid. ഞാൻ ഓൾറെഡി പറഞ്ഞു tRNAയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിനെ പിടിച്ചുകൊണ്ട് വന്ന് പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള സൈറ്റിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് tRNAയുടെ ജോലി. അപ്പോൾ tRNA അമിനോ ആസിഡിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് വരുന്ന ഭാഗമാണ് അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡ് എന്ന്, അല്ലെ അമിനോ ആസിഡ് ബൈൻഡിങ് എൻഡ് എന്നും പറയും ഇതിന്. അപ്പോൾ 2 എൻഡുകളെ കുറിച്ച് മനസ്സിലായല്ലോ. ആൻറ്റികോഡോൺ എന്ന് പറയുന്നത് mRNAയിലുള്ള കോഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന കോംപ്ലിമെൻ്ററി ബേസ് സീക്വൻസ് വരുന്ന ഭാഗത്തിനെയാണ് ആൻറ്റികോഡോൺ എന്ന് പറയും. അതുപോലെ അതിൻ്റെ മറ്റേ എൻഡിൽ ഒരു അമിനോ ആസിഡിനെ അക്സെപ്റ്റ് ചെയ്യുന്ന എൻഡ് കൂടി ഉണ്ട്. ഇനി tRNA ആർ സ്പെസിഫിക് ഫോർ ഈച്ച് അമിനോ ആസിഡ്. ഓരോ അമിനോ ആസിഡിനും സ്പെസിഫിക് ആയിട്ടുള്ള tRNAകളുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിലും മറ്റ് ജീവികളിലും ഒക്കെ 20 തരത്തിലെ അമിനോ ആസിഡ്സ് ആണുള്ളത്. അപ്പോൾ 20 തരത്തിലുള്ള അമിനോ ആസിഡുകളെ വഹിച്ചുകൊണ്ട് വരാൻ 20 ടൈപ്പ് ഓഫ് tRNAകൾ ഉണ്ട്. അത് സ്പെസിഫിക് ആണ് താനും. അപ്പോൾ ഓരോ അമിനോ ആസിഡിനെ വഹിച്ചുകൊണ്ട് വരാൻ ഓരോ ടൈപ്പിലെ tRNAകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ UCA എന്ന് പറയുന്ന ആൻറ്റികോഡോൺ ഉള്ളത് തീർച്ചയായിട്ടും അത് വഹിച്ചുകൊണ്ട് വരുന്നത് അതിൻ്റെ കോഡോൺ ഏതാണെന്ന് വെച്ചാൽ ആ കോഡിനനുസരിച്ചുള്ള അമിനോ ആസിഡിനെ ആയിരിക്കും അത് വഹിച്ചുകൊണ്ട് വരുന്നത്. അതായത് ഇത് ആൻറ്റികോഡോൺ, UCA എന്ന് പറയുന്ന ആൻറ്റികോഡോൺ ആണല്ലോ. അപ്പോൾ അതിൻ്റെ കോഡ് എങ്ങനെയായിരിക്കും? mRNA ആണ് ഈ കാണിച്ചിരിക്കുന്നത്. mRNAയിലുള്ള കോഡ് എന്ന് പറയുന്നത് AGU എന്ന് വരും. അപ്പോൾ AGU നമ്മൾ ജനിതക കോഡുകൾ പഠിക്കുമ്പം AGU എന്ന് പറയുന്നത് വരുന്നത് സെറീൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നതാണ്. നമ്മൾ കോഡോൺ പഠിച്ചപ്പോൾ നമ്മൾ ജനിതക കോഡ് അതിൻ്റെ ജനറ്റിക് കോഡിനോടൊപ്പം തന്നെ അമിനോ ആസിഡിൻ്റെ പേര് എഴുതി ഓർക്കുന്നുണ്ടോ? നമ്മൾ ടാബുലർ കോളത്തിൽ വരച്ചിരുന്നേ ആ സാധനമാണ്. അപ്പോൾ AGU എന്ന് പറയുന്നത് ഇറ്റ് കോഡ് ഫോർ സെറീൻ. അതേപോലെ ഇപ്പുറത്ത് നോക്കിക്കേ, ഇവിടെ UAC എന്ന് പറയുന്ന കോഡോൺ വരുന്നത് ഏത് അമിനോ ആസിഡിനെ കോടുന്നതാണ്? TYR. TYR എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് TYR എന്ന് പറഞ്ഞാൽ തൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിനെയാണ്.
അപ്പം ഈ കോഡോൺ, അതായത് AGU അല്ലെങ്കിൽ UAC എന്ന് പറയുന്ന കോഡോണിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൻറ്റി കോഡൺ AUG അല്ലേ. അപ്പോൾ ഇവിടെ ഇതിനനുസരിച്ച് നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഇത് മാത്രം പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അതായത് mRNAയിലുള്ള കോഡിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ അമിനോ ആസിഡ്സ് വരുന്നത്. അപ്പോൾ mRNAയിലെ കോഡിന് കോംപ്ലിമെൻ്ററി ആയിരിക്കുമല്ലോ tRNAയിലെ ആൻറ്റി കോഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ tRNAയിലെ mRNAയിലെ UAC എന്ന് പറയുന്ന കോഡാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവരേണ്ട അമിനോ ആസിഡ് ഏതായിരിക്കും? ടൈറോസിനാണ്. അപ്പോൾ ടൈറോസിൻ കൊണ്ടുവരണമെങ്കിൽ ആര് തന്നെ വരണം? ഈ tRNA തന്നെ വരണം. അതായത് ഇതിന് കോംപ്ലിമെൻ്ററി ബേസ് ഉള്ള tRNAയ്ക്ക് മാത്രമേ ഈ ടൈറോസിനെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഇവിടെ AGU എന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന കോഡിനനുസരിച്ചുള്ള അമിനോ ആസിഡിനെ വഹിച്ചു. അതാണ് പറയുന്നത് tRNA ആർ സ്പെസിഫിക് ഫോർ ഈച്ച് അമിനോ ആസിഡ്. അപ്പോൾ 20 അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ 20 തരം അമിനോ ആസിഡിനെയും ക്യാരി ചെയ്യണമെങ്കിൽ 20 തരം tRNAസും അവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരാൾക്ക് അവർക്ക് പറ്റുന്ന അമിനോ ആസിഡിനെ മാത്രമേ അതിനെ ക്യാരി ചെയ്തുകൊണ്ട് വരാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അമിനോ ആസിഡിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് tRNAയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് tRNAയുടെ 2 സ്പെസിഫിക് tRNAകളെ കുറിച്ച് വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. അതായത് ഫോർ ഇനിഷ്യേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ് ഇനിഷ്യേറ്റർ കോഡോൺ, ഇനിഷ്യേഷൻ കോഡോൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു mRNAയിൽ അല്ലേ. mRNAയിലെ സ്റ്റാർട്ട് കോഡോൺ, ഫസ്റ്റ് കോഡോൺ ആണ് AUG. മിക്ക mRNAയുടെയും ഫസ്റ്റ് കോഡോൺ ഞാൻ പറഞ്ഞിരുന്ന ഒരു 90% RNAകളുടെ എല്ലാം ഫസ്റ്റ് കോഡോൺ എപ്പോഴും AUG ആയിരിക്കും. അപ്പോൾ AUG എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാണ്, ഇറ്റ്സ് എ ജെനറ്റിക് കോഡ് വിച്ച് കോഡ് ഫോർ മെത്തിയോണിൻ അല്ലേ. ഏതാണ്? മെത്തിയോണിനെ കോഡ് ചെയ്യുന്നത്. അപ്പോൾ മെത്തിയോണിനെ എത്തിച്ചു കൊടുക്കണമെങ്കിൽ ആര് വേണം? മെത്തിയോണിനെ ക്യാരി ചെയ്യുന്ന tRNAകൾ വരണം. അപ്പം ഇതിനനുസരിച്ചുള്ള ആൻറ്റി കോഡോൺ ഉള്ള tRNAകളാണ് മെത്തിയോണിനെ വഹിച്ചുകൊണ്ട് വരുന്നത്. ഫോർ ഇനിഷ്യേഷൻ ദർ ഇസ് എ സ്പെസിഫിക് tRNA ദറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ഇനിഷ്യേറ്റർ tRNA. ഇങ്ങനെ ആദ്യം കൊണ്ടുവരുന്ന tRNAയുടെ പേരാണ് ഇനിഷ്യേറ്റർ tRNA എന്ന് പറയും. അതുപോലെ ദർ ആർ നോ tRNAs ഫോർ സ്റ്റോപ്പ് കോഡോൺ. ഓൾറെഡി നമ്മൾ പഠിച്ചാണ് സ്റ്റോപ്പ് കോഡോൺ. ജെനറ്റിക് കോഡ്സ് പഠിക്കുമ്പോൾ 64 കോഡുകൾ ഉണ്ടെന്നും അതിൽ 61 കോഡുകളും ദേ കോഡ് ഫോർ അമിനോ ആസിഡ്സ് ബട്ട് 3 അല്ലേ. ബാക്കി 3 എണ്ണം ഏതൊക്കെയായിരുന്നു? ആ ബാക്കി 3 എണ്ണം UAA, UAG ആൻഡ് UGA എന്ന് പറയുന്ന 3 കോഡുകൾ ആരെ കോഡ് ചെയ്യുന്നില്ല? അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു mRNAയിൽ ഓരോ കോഡുകളും റീഡ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ വായിച്ച് tRNAകൾ വന്ന് ചേർന്ന് ഇങ്ങനെ അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇത് ട്രാൻസ്ലേഷനാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് tRNA അമിനോ ആസിഡ്സിനെ കൊണ്ടുവരികയും അത് പ്രോട്ടീൻ ഉണ്ടാവുകയും എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് mRNAയിൽ ഇരിക്കുന്ന സീക്വൻസിനനുസരിച്ച് ഓരോ tRNAകളും അമിനോ ആസിഡ്സിനെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചു കൊടുക്കും അല്ലേ. അങ്ങനെ mRNAയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു ചില കോഡുകൾ വരും. ആ കോഡുകളെയാണ് നമ്മൾ സ്റ്റോപ്പ് കോഡുകൾ എന്ന് പറയുന്നത് അല്ലേ. സ്റ്റോപ്പ് കോഡോൺസ് ആരൊക്കെയായിരുന്നു? ഇത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിരുന്നതാണ്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദ സ്റ്റോപ്പ് കോഡോൺസ്? UAA, UAG, UGA. അത് ഇതിങ്ങനെ ഓർത്തിരുന്നാൽ മതി. രണ്ടെണ്ണം UA ആണ് വരുന്നത്. പിന്നെ ഈ യുവിൻ്റെ കൂടെ ഈ ജിയും എയും കൂടി ചേർന്ന രീതിയിൽ ഇതെന്തായാലും പഠിച്ചു വെക്കുക. UAA, UAG ആൻഡ് UGA എന്ന് പറയുന്നത് ഈ 3 കോഡിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ വഴിയിൽ വരുവാണെങ്കിൽ, അതായത് mRNAയുടെ ഈ അങ്ങേറ്റത്തോ ഇടയ്ക്കോ എപ്പോഴേലും ഇത് വരികയാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റോപ്പ് ദ ട്രാൻസ്ലേഷൻ. ഈ ഒരു കോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന് പറ്റിയ tRNAകളില്ല. കാരണം ഇതിൽ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡുകളില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരത്തില്ല? tRNA സ്റ്റോപ്പ് കോഡോൺസിൽ വരത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ വെച്ച് എന്ത് സ്റ്റോപ്പ് ചെയ്യും? പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ tRNAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, tRNA എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാരീസ് അമിനോ ആസിഡ് അല്ലേ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അമിനോ ആസിഡ്സിനെ പ്രോട്ടീൻ സിന്തസിസിൽ കൊണ്ടുവരും എന്നുള്ളതാണ്.
പിന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിൻ്റെ പടം വരയ്ക്കാനും ലേബൽ ചെയ്യാനുമുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏതായിരുന്നു ഫസ്റ്റിൽ നമ്മൾ കാണിച്ചിരുന്ന പടമില്ലേ, ഈ പടം, അതായത് എന്തൊക്കെയായിരുന്നു, ആൻറ്റി കോഡോൺ ലൂപ്പ്, ആൻറ്റി കോഡോൺ, ഇതും കാണിച്ചിരിക്കും പടത്തിൽ. അത് mRNA ആണ് കാണിച്ചിരിക്കുന്നത്. mRNAയിലുള്ള ഈ സീക്വൻസുകളെ നമ്മൾ കോഡോൺ എന്ന് പറയുന്നു. പിന്നെ ഈ എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡ് അല്ലെങ്കിൽ അമിനോ ആസിഡ് ബൈൻഡിങ് എൻഡ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോയിൻ്റ് മ്യൂട്ടേഷനും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും തമ്മിലുള്ള വ്യത്യാസവും, ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ പടവും വരച്ച് tRNAയുടെ പടം വരച്ച് ബുക്കിൽ വെക്കുക.